പഠിപ്പുള്ള കുട്ടി. എന്റെ അച്ഛനുള്ള കാലം തൊട്ടുള്ള ബന്ധം എനിക്ക് ആ കുടുംബമായിട്ട്. കുഞ്ഞുനാളില് ആ തറവാട് മുറ്റത്ത് എന്റെ കൂടെ കളിച്ചു നടന്ന കുഞ്ഞനിയത്തിയായിരിക്കും അവള്. അവൾക്കൊരാളെ കണ്ടെത്തണമെന്ന് ലക്ഷ്മിയമ്മ എന്നോട് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്ന രൂപം അവളെ ഇഷ്ടമല്ലാന്നുണ്ടോ? അല്ല, നളിനിയെ പോലെ പെൺകുട്ടി ആർക്കാ ഇഷ്ടപ്പെട്ട? എന്നാലും സമ്പത്തായിരിക്കും. ഏയ്, അതൊന്നുമല്ല മാഷേ. ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അതിലും വലിയൊരു കാര്യമില്ല. ആ കുടുംബത്തിന്റെ സ്ഥിതി അത്രയ്ക്ക് അറിയാവുന്നോണ്ട് പറയാം, നളിനിയെ കല്യാണം കഴിച്ച മാഷ്ക്ക് നല്ലതേ വരും. പഠിപ്പും പ്രതാപമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഷ്ടപ്പെടാൻ അതിന്റെ മാഷ് സമ്മതിച്ചിട്ടെങ്കിൽ ഏതെങ്കിലും പ്രായം ചെന്ന നമ്പൂതിരിയുടെ സംബന്ധക്കാരിയായി അതിന്റെ അമ്മയെ പോലെ അതിനോട് മാഷൊന്നും പറഞ്ഞില്ല. ശങ്കര, ഞാൻ തീരുമാനിച്ചു, എനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചേക്ക്. ഇത് മതി മാഷേ. മാഷേ, ഈ മനസ്സിനാ തറവാടിത്തം തറവാടിത്തം ഞാൻ ഇപ്പൊ തന്നെ ഈ വിവരം ലക്ഷ്മിയോട് പറയാം. നളിനിയോടും ഈ പോസ്റ്റ്മാൻ ശങ്കരൻ തന്റെ അനിയത്തെ കുട്ടിക്ക് ഒരു മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ചു. ഞാനിപ്പോ തന്നെ പോയി പറയാം. ഈ കുട്ടികളൊരു കാര്യം നോക്കണേ, എത്രയൊക്കെ പഠിപ്പിച്ചാലും പരീക്ഷ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരവും ശരിയായി കിട്ടിയ ഒരു കുട്ടിയെ പോലും കാണാൻ കഷ്ടം തന്നെ. ഉണ്ടോ? ആരാ? ശ്രീധരമാഷ്, നാട്ടുകാരുടെ കൺകണ്ട ദൈവം, കുട്ടികളുടെ മാതൃകാ പുരുഷൻ. കുട്ട, എന്താണ് ഇതൊക്കെ? പിന്നൊരു കാര്യം പറയാം, അവതാരവും ദൈവവും ഒക്കെ അങ്ങ് സ്കൂളില് എന്റെ തറവാട്ടിലാണ്. നളിനി എന്റെ വെള്ള, എന്റെ മാത്രം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതി, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. എന്ന് വെച്ചാൽ നളിനിയായുള്ള കല്യാണത്തിന് മാഷൊക്കെ പിന്മാറുക. കുട്ടനായരോട് ആലോചിച്ചിട്ടല്ല ഞാൻ ഈ കല്യാണക്കാര്യം തീരുമാനിച്ചത്. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് ഭംഗിയായി നടത്താനും എനിക്കറിയാം. അപ്പോ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അകത്ത് കുട്ടികളുടെ പരീക്ഷാ കടലാസ് നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ല, സമ്മതിക്കില്ല. ഈ കുട്ടൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കത്തില്ല. പക്ഷേ ഓർമ്മ കാലം മുതല് കുട്ടനോടൊപ്പം വളർന്ന ആശയാണ് വിടൂല. അത് കുട്ടികളുടെ പരീക്ഷാ കടലാസാണ്. ഇത് എന്റെ ജീവിത പരീക്ഷയാ. ഇതിന്റെ ഉത്തരക്കടലാസ് ഒരിക്കലും നോക്കണ്ടാവൂ. കുട്ടൻ തോറ്റുപോയ ഈ ജന്മത്തിന് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ജീവിതവും ഇതുപോലെ ദൈവം തന്നെ കയറിയൊരു ഉത്തരകടലാസാണ്. കുഞ്ഞു മക്കൾ രാപ്പകൽ പഠിച്ചെഴുതിയ പരീക്ഷാ കടലാസുകൾ എനിക്ക് കീറിക്കളഞ്ഞപ്പോ ഈ അക്ഷരങ്ങൾ കുറഞ്ഞു മാറ്റം എനിക്ക് നിലനിൽക്കി പോയത്. ക്ഷമിക്കണം. ഭാഷ ചെയ്ത് കുറഞ്ഞു പോയില്ല ഞങ്ങള്. എല്ലാം വിധിയാ ഭാഷ, വിധി.
പക്ഷേ ഞാൻ വന്നത് ഒരു നന്ദി പറയാനാണ്. എന്റെ നളിനിമോളുടെ ജീവിതം രക്ഷിച്ചതിന്. പക്ഷെ വലിയ ഒരാളാണ്, ഒരുപാട് വലിയ ഒരാള്. ഒരപേക്ഷയുണ്ട്, അവളെ കണ്ണീര് കുടിപ്പിക്കരുത്. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും അവളെ. എനിക്ക് അവളെ അനന്തരവളല്ല, എന്റെ മോളാ. എന്തായത്? നിങ്ങളെ മാത്രം തറവാടിനെയൊക്കെ ഭംഗിയായി അറിയുന്നത് കൊണ്ടല്ലേ ഒക്കെ ഞാൻ സമ്മതിച്ചത്. മതി, അത് മതി, അത് മതി. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് നടത്താം. ഓടൊരു വ്യവഹാരമുണ്ടേ, ഓട വഴിക്കൊടന്ന് കയറുന്നുണ്ട്. പക്ഷേ കുട്ടികളോട് നീ എന്താ പറയുക? ഇവരോട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം. കുട്ടികളോട് ഞാൻ എന്താ പറയുക? എന്ത് പറഞ്ഞാലും കുട്ടികൾക്കത് നേരല്ലേ? എന്താ വേണ്ടത്? അപേക്ഷിക്കാനാണ് നെഞ്ചും കൂടെ പൊട്ടി ഒരു അപ്പനായിക്കൊണ്ട് നാടും വയ്യും കേൾക്കാൻ കൊള്ളുന്ന കാര്യമല്ലെന്നറിയാം. എങ്കിലും പറയാം, പക്ഷേ എന്റെ നീല് പേടിച്ച് മാഷെങ്കിലും ഒന്ന് സഹായിക്കണം. അതിന് ഞാനെന്താ വേണ്ടത്? മാഷ് ചോദിച്ചാൽ ഒന്ന് സത്യം പറയും. ഓളെ പേടിപ്പിച്ചത് ആരാണ്? അത്രയ്ക്ക് ഇഷ്ടമാണ് നോക്ക് മാഷ. കഴിയില്ലാന്ന് പറയരുത്. എന്റെ നീലി സത്യം പറഞ്ഞ ഓളെ എന്ന് ഏകക്ക് മോളായി കുടിയിൽ നിർത്താം. പക്ഷെ പറയാണ്ടിരുന്ന ഓള് ജാതിയിൽ പേച്ചവളായി ഏത് കുടിയിറക്കേണ്ടി വരും. ഊര് വിലക്കേണ്ടി വരും. കാല് പിടിച്ച് പറയാ എന്റെ നീലിനെ കൊണ്ട് നേരെ പറയിക്കണം. നാലാൾ അറിയണതിന് മുമ്പ് ഏക്കണം മാനം കാക്കണം. എന്നിട്ട് അവാർഡ് തേടി എനിക്ക് പോണം. എന്റെ നീലിനെ പേപ്പിച്ചവനെ തേടി മാഷങ്ങളെ തകർക്കൂല. ഈ അപ്പന് വേണ്ടി, നമ്മുടെ നീലിക്ക് വേണ്ടി ഞാൻ സഹായിക്കാം. ഞാൻ നീലിയെ കാണാം. എനിക്കറിയാം മാഷിന്റെ മുമ്പിൽ ഓള് കടവ് പറയൂല. മാഷിനെ ഒക്കെ അത്രയ്ക്ക് വിശ്വാസമാണ്. മാഷെ ഇതിനിപ്പോ തന്നെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, ആരും അറിയാണ്ട്. മാഷെ മാഷ് വലിയ ആളാ, ഒരുപാട് വലിയ ആള്.
മണവാളൻ മനോരാജ്യത്തിലല്ലേ? ഒന്ന് പോഷകരോ നടക്കട്ടെ നടക്കട്ടെ. ഇനി ഞാനായിട്ട് സ്വപ്നങ്ങളൊന്നും ഇല്ലാതാക്കുന്നില്ല. അവന്റെ മാഷെ ഈ പേലിസിന്റെ തീരല്ലോ. ആ ഈ ശങ്കരന്റെ എലിക്കടിക്ക് മുമ്പില് എലികളെല്ലാം തോറ്റു കാണും. ശരി മാഷെ, ഞാൻ പോയിട്ട് വരാം. അല്ല നിൽക്കുന്നില്ലേ? അയ്യോ ഇല്ല, ഇന്ന് തിങ്കളാഴ്ച ദിവസം നിറയെ കത്തുകളാണ്. ഇരുട്ടുന്നതിനും ഇതെല്ലാം കൊടുത്തു തീർക്കണ്ടേ. പിന്നെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ വൈകുന്നേരം പറഞ്ഞാൽ മതി, വിശദമായി. മാഷേ സ്വപ്നം. ഞാനേ അമ്മയുടെ കത്ത് വായിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കുന്നുണ്ട് നടുങ്ങി ഒന്ന് കാണാൻ. എനിക്കും കൊതിയാവുന്നുണ്ട് ഒരുപാട് പറഞ്ഞു കേട്ട് ആ അമ്മയെ കാണാൻ. എല്ലാത്തിനും സമയം അടുത്ത് വരികയല്ലേ തന്നെ. അമ്പലത്തിൽ വരുന്ന വഴിയാവും അല്ലേ? അതെ, ഒരു പുഷ്പാഞ്ജലി ഈ നക്ഷത്രത്തിൽ കഴിച്ചു. പ്രസാദം വന്നിട്ട് പോകാന്ന് കരുതി. ഓ ആയിക്കോട്ടെ. മാഷേ, ഒരു വലിയ ബാധ്യത ഏറ്റെടുത്തെന്ന് തോന്നുന്നുണ്ട്. എന്താ എന്താ അങ്ങനെ ചോദിച്ചത്? ഉണ്ടെങ്കിൽ തുറന്നു പറയണം, പിന്നീട് അത് ബുദ്ധിമുട്ടാകരുത്. പെണ്ണിന്റെ ദാരിദ്ര്യം എന്നും ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് ഒരിക്കലും ഉറങ്ങാൻ തരുമുള്ള അത് എനിക്കുണ്ടാകരുതെന്ന് കരുതിയാണ്. നളിനി, എല്ലാ ആണുങ്ങളെയും പോലെ പണത്തിന് പിന്നാലെ പായുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഒക്കെയും അറിഞ്ഞും ആലോചിച്ചും തന്നെയാണ് ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അല്പം മുമ്പ് കുട്ടന്തായരോട് വന്നിട്ട് പോയതേ ഉള്ളൂ. അതിലും വലിയ പ്രശ്നമൊന്നുമല്ല എനിക്ക് പണം. നളിനി, ഒരുപാട് ജീവിതം കണ്ടവനാ ഈ ശ്രീധരൻ മാഷ്. ഞാൻ എന്റെ ജീവിതത്തിന് മേലെ നിന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മതി, ആവശ്യമില്ലാതെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് സംസാരിക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നായിരുന്നു. ഈ കല്യാണപ്പെണ്ണിന് ഞാൻ എന്താ സമ്മാനമായി തരേണ്ടത്? ഒന്നും വേണ്ട, എന്നെ മനസ്സിലാക്കുന്ന ഈ മനസ്സ് മാത്രം മതിയായിരിക്കും. അത് മാത്രം. നളിനി, കഴിച്ചോളൂ.
ഉറ്റവർ കൈവിട്ട പെണ്ണെന്ന ദുഃഖത്തിനെത്ര യുഗങ്ങൾ സാക്ഷി ഉള്ളിലെ തേൻ നുകർന്നാരോ വലിച്ചെറിഞ്ഞുള്ളൊരിളനീർക്കുടം നീ പുരുഷകാമന വഞ്ചിച്ച മറ്റൊരു മാമുനിതൻ പൊന്മകൾ നീ നൊന്തു വളർത്തിയ താരമാതാക്കൾ തൻ കണ്ണുകൾ പിന്തുടരുന്നു അന്യന്റെ പാപച്ചുമടുമായി പോകും നിൻ മുന്നിൽ അപാരത മാത്രം പാപികൾ തൻ മുന്നിൽ വീണ്ടും നിറമതു പാത്രവുമായി നിൽക്കുകാലം കൊയ്ത്തുകാലം വരും വീണ്ടുമെന്നാൽ നിന്റെ കൊക്കിലെത്തേൻ കുഴലെങ്ങോ നിന്റെ കൊക്കിലെത്തേൻ കുഴൽ മൂടും ഇടവേള. ഞാനതെല്ലാം മറന്നുപോയി. അതിനെല്ലാം നീയുള്ളത്. എന്റെ ടൈം പീസ് മോഷണം പോയതിനു ശേഷം ഞാൻ പുതിയതൊന്നും വാങ്ങാത്തത് ഈ അലാറം ഇപ്പൊ എന്റെ കൂടെ ഉള്ളതുകൊണ്ട്. ഓ അപ്പൊ കുറ്റം എന്റേതായി. ഓരോന്നും സമയം ഓർമ്മിപ്പിക്കുന്നതാണ് കുറ്റം. എങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഓ അപ്പോഴേക്കും പറഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഒരു സങ്കടം പറഞ്ഞ ഞാൻ ബുദ്ധിമുട്ടിക്കുവാന്ന് വിചാരിക്കല്ലേ. എന്താ ഇന്ന് അടിയാക്കുടികളിൽ പുത്തരിയ ഏത് നീതി ഇല്ലാത്തൊരു പുത്തരി അവക്കള് പോയതുകൊണ്ട് വന്ന പുത്തരിച്ചോ തിന്നാൻ എന്റെ മോളില്ലാത്ത ഇതിപ്പടി പുത്തലിന്റെ പായസ എന്റെ നീലിക്ക് ഇതൊത്തിരി ഇട്ടതാ. അതെ അമ്പ്രട്ടി അങ്ങ് ദൂരെ ആ പാടത്തിന്റെ കരയിലെ മറച്ചോട്ടില്ല അവക്കളിപ്പൊ കയ്യില് തെണ്ടി നടന്നുണ്ട്. അമ്പ്രട്ടി തയ്യുള്ള മരുന്നായതെന്നറിയാം. അതുകൊണ്ടാ അടിയങ്ങൾ ഇവിടേക്ക് വന്നത്. അവക്കളിന്റെ ഇവിടേക്കെങ്ങാണ്ട് വന്നെങ്കില് നീ ഒന്ന് വിളിച്ചു കൊടുക്കണം.
സൂക്ഷിക്കാൻ പറയണം. ഇപ്പൊ 2 ജീവനാ. പെമ്മക്കള് കർപ്പിണിയായി കാണുന്നത് ഏതൊരമ്മന്റെ ഒരു തൊപ്പന. എന്റെ മോള് ഞാൻ ചമിക്കില്ല എന്ന് പറയണം എന്റെ മോളോട്. എന്റെ ദൈവമേ. പാവം ചെയ്ത അതും ഒരമ്മയല്ലേ. കഷ്ടം തന്നെ. നല്ല കുട്ടിയായിരുന്നു നീലി. എന്നും എന്നെ കാണാൻ വരുമായിരുന്നു. അതിന്റെ വാക്കിന് ഒരു ക്വീനിന്റെ മാതിരിയാ. പക്ഷേ പ്രായപൂർത്തിയായ പെണ്ണ്, പൂർണ്ണ ഗർഭിണി, ഊരൊഴിപ്പിച്ചതിന്റെ പേരിൽ തോട്ടരികിലും മരത്തി ചുവട്ടിൽ ഒറ്റയ്ക്ക്. ഈ നാടിന്റെ നന്മ കൊണ്ടാ അതവിടെ ബാക്കിയാവുന്നത് അല്ലേ മാഷേ? മാഷേ ഇതിനിടെ കണ്ടപ്പോ ഞാൻ വിളിച്ചതാ ഇങ്ങോട്ട്. എന്നെ ഒന്ന് നോക്കി ഒരു വാക്ക് പോലും പറയാതെ കരഞ്ഞോണ്ട് ആ സാധു വേഗം തിരിഞ്ഞു കടന്നു. ഇപ്പൊ മനസ്സിൽ ഒരു പ്രാർത്ഥനയുള്ളൂ, ആ കുട്ടിയെ പഴപ്പിച്ച വൃത്തികെട്ടവന് ഈശ്വര ശിക്ഷ കൊടുക്കണേ. അവനെ പോലുള്ളവന് ഈ ലോകത്തുണ്ടാവരുത്. അതിലൊക്കെ പറഞ്ഞത് നേരെ ഒരുപാട് വരും. ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ചില്ല. എനിക്ക് ചോറ് ശങ്കരൻ ശങ്കരൻ വന്നിട്ടുണ്ട്. മാഷൊന്ന് വന്നേ. 2-3 ദിവസമായിട്ട് നളിനിയുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇവിടെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പറയാതെ. പക്ഷെ ഇന്ന് രാവിലെ അസുഖം വല്ലാണ്ട് കൂടി. എന്താ എന്താ എന്റെ അമ്മയ്ക്ക്? ശങ്കരേട്ടാ ഒന്ന് തെളിച്ചു പറ. അതായത് കേശവൻ നായർ വന്ന് വിളിച്ച് നമ്മൾ ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. ലക്ഷ്മി അമ്മ രാമ ആ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തുമരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എത്ര ദിവസം പറഞ്ഞാൽ നമ്മളെ കിടക്കുന്നത്? നമുക്ക് ഇറങ്ങാം. ഈ വീട്ടിൽ മാത്രമല്ല, അമ്മ എപ്പോഴും നമുക്കിടയിലും. ആ ഓർമ്മയില് നമുക്ക് ഇറങ്ങാം. എല്ലാ ജീവിതവും അങ്ങനെ കുറെ നേടും. ഇഷ്ടമാണ്. ഇനി എന്താ ഇവിടെ ബാക്കിയുള്ളത്? എന്റെ ലക്ഷ്മി പോയി. കുട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒരുപാട് മറന്നു.
ഇറങ്ങല്ലേ നല്ലത്. നോക്കി പോകുമ്പോ താക്കോൽ ശങ്കരനെ ഏൽപ്പിച്ചേക്കാം. തറവാട് വാങ്ങുന്നവര് ഒരു ഔദാര്യം ചെയ്തു തന്നിട്ടുണ്ട്. ആ തെക്കേ പറമ്പില് എന്റെ ലക്ഷ്മി കിടക്കുന്ന ഭാഗം അളക്കുമ്പോ ഒഴിവാക്കി തരാമോ? എപ്പോഴെങ്കിലും വരാൻ പറ്റിയാല് ഒന്ന് തട്ടിട്ട് പോകാലോ. അതെ, ആ മോൻ ഞങ്ങളോടൊപ്പം വരണം. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാമല്ലോ. അതൊന്നും ശരിയാവില്ല. അതൊന്നും ശരിയാവില്ല. കുറെ നാളായിരിക്കുന്ന ഒരു കാര്യം, ഒരു ദേശമാണ് എല്ലാ ചുറ്റിലും ഇപ്പോഴാ ഒത്തുള്ളത്. ഇറങ്ങുക തന്നെ. ജന്മവും ജന്മാന്തരങ്ങളും അനുഭവിക്കുമെങ്കിൽ എവിടെ ചിന്തിക്കണം. പറഞ്ഞേ, എപ്പോഴെങ്കിലും എന്റെ കുറ്റം വന്നാല് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ മടി കാണിക്കരുത്. അതിന് ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ വേറെ ആരാണുള്ളത്? ഇറങ്ങ എന്റെ നോക്ക് നല്ലത്. ഒരു പുൽക്കുടി പോലും എടുക്കാതെ തറവാടിന് വേണ്ടി മാത്രം ജീവിച്ചു പാവം. അമ്മയും വെച്ച ജീവനായിരുന്നു അമ്മാവന്. പെങ്ങള്, മക്കള്, അതിലെല്ലാം മറന്നു. സ്വന്തം ജീവിതം പോലും. അവന്റെ ഏറ്റവും വലിയ തെളിവ കുഞ്ഞിടന്റെ ജീവിതം. ജീവിതമുണ്ടോ പോലും നിശ്ചയമില്ല. ജന്മങ്ങളുടെ കട എല്ലാം എന്താ പറയുക? ഇനി നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്? നമുക്ക് പറയാം. നാട്ടിലുണ്ടായിരുന്നില്ല. അതാ അറിയാൻ വയ്യേ. ചോറ്റാനിക്കരയിൽ ഒരു പുലി ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇല്ലത്തെത്തിപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയണേ. അവിടെ അസാരം തിരക്കുള്ളതുകൊണ്ടാ രണ്ടിന് സൗണ്ട് വയ്യേ. എല്ലാം കഴിയില്ലേ. അല്ലയാ സോക്കേട് കരച്ചിലായിന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടു. നളിനി, പുറപ്പെടാറാകുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ അകത്തുണ്ടാവും. ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ നായരെ ഇപ്പൊ കഴിക്കുന്നത് കണ്ടു. ഒരു കൂട്ടം ചോദിച്ചു, ദഹിച്ചു പോയിരുന്നു. ഒരു നോട്ടവും